ഹായ് വെൽക്കം ടു മാറ്റ്കം SLC ലെക്ചർ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ SLC മാത്തമാറ്റിക്സിലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് ഉള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളത് കണ്ടതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കും. സോ വി കെയിം ടു എന്ത് കണ്ടു? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഫേവറബിൾ ഔട്ട്കം അല്ലെ ഫേവറബിൾ തിങ് ടു ഹാപ്പൻ എന്ന് പറയുന്നത് the number of favorable outcome divided by total number of outcome ആണ്. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അതാണ് പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റിയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു റെക്ടാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. വി ആർ ഹാവിങ് എ റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിനുള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. സോ റെക്ടാങ്കിളിനുള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഈ പറയപ്പെടുന്ന ഈ ഒരു ഫിഗറിനകത്ത് നമ്മളൊരു പേന കൊണ്ട് ഒരു ഡോട്ട് ഇടുവാണെങ്കിൽ, ആ ഡോട്ട് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന റെഡ് കളേർഡ് ട്രയാങ്കിളിൽ ടച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് probability of making a dot in the triangle. നമുക്ക് മൊത്തം ഏതാണ്? മൊത്തം ഫിഗർ എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിനുള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പം ഈ ഒരു റെക്ടാങ്കിളിനുള്ളിൽ ഇരിക്കുന്ന ട്രയാങ്കിളിൽ നമ്മൾ ഡോട്ട് ഇടാൻ ശ്രമിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ ഡോട്ട് വരാം, അല്ലെങ്കിൽ ട്രയാങ്കിളിനുള്ളിൽ ഡോട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ ഡോട്ട് വരാം. അപ്പൊ ഇതില് ട്രയാങ്കിളിനുള്ളിൽ ഡോട്ട് വരാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതെന്ന് പറയുന്നത് ഈ ടോട്ടൽ ഏരിയയുടെ എത്ര ഭാഗമാണ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് നോക്കിയാൽ മതി. സോ ബേസിക്കലി നമ്മളിപ്പോൾ റെക്ടാങ്കിൾ നോക്കിയാൽ, റെക്ടാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് റെക്ടാങ്കിളിന്റെ ലെന്ത് ആണ്, ഇത് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആണ്. കറക്റ്റ്. സോ നമ്മൾ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതേപോലെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിച്ചാലോ? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? റെക്ടാങ്കിളിന്റെ ലെന്ത് തന്നെയാണ്. ഹാഫ് ഇൻറ്റു ലെന്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്ന ബ്രെഡ്ത്ത് ആണ്. ഹാഫ് ഇൻറ്റു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് ഡോട്ട് ഇൻ ദ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? That is nothing but probability of making dot in the triangle എന്ന് പറയുന്നത് nothing but area of the triangle divided by area of the rectangle ആയിരിക്കും. Correct? Area of the triangle divided by area of the rectangle ആയിരിക്കും. Area of the triangle എത്രയാണ്? Half into length into breadth. Area of the rectangle ഏതാണ്? Length into breadth. So ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ you will get the probability as 1/2. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. നമുക്കിപ്പോ ഒരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കുക. assume that you are having a square. This not seems like a square. This has become a square. ഒരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സ്ക്വയറിന്റെ മിഡ് പോയിന്റുകളെ കണക്ട് ചെയ്ത്, ഓരോ മിഡ് പോയിന്റുകളെ കണക്ട് ചെയ്ത് നമ്മൾ മറ്റൊരു സ്ക്വയർ ഫോം ചെയ്യുവാണെങ്കിൽ, മിഡ് പോയിന്റുകളെ കണക്ട് ചെയ്ത് മറ്റൊരു സ്ക്വയർ ഉണ്ടാക്കുവാണെങ്കിൽ
സോ ഇതിന് നമ്മളൊരു റെഡ് കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിനെ ഒരു റെഡ് കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്യാന്ന് വിചാരിക്കാം. അതിനുശേഷം നമ്മൾ ഡോട്ട് ഇടാൻ ശ്രമിക്കുന്നു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് എ ഡോട്ട് ഇൻ റെഡ് കളേർഡ് പാർട്ട്. റെഡ് കളേർഡ് പാർട്ടിൽ ഒരു ഡോട്ട് വീഴാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഫിഗറിന്റെ എത്ര പാർട്ടാണ് ഈ റെഡ് കളേർഡ് പാർട്ട് ഉള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ബേസിക്കലി ഏരിയ ഓഫ് ദിസ് പർട്ടിക്കുലർ റെഡ് കളേർഡ് പാർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ പാർട്ടിന് എത്ര പാർട്ടാണ് നോക്കാം. നമുക്ക് മെഷർമെന്റുകളൊന്നും അറിയത്തില്ല. സോ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ഈ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെന്ത് എ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെന്ത് എ ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ബിഗർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ബിഗർ സ്ക്വയർ എന്ന് പറയുന്നത് ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുത്താൽ എ ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. നമുക്ക് പക്ഷേ ചെറിയ സ്ക്വയറിന്റെ സൈഡിന്റെ ലെന്ത് അറിയത്തില്ല. അപ്പം ഇത് മൊത്തം എ ആണെങ്കിൽ മിഡ് പോയിന്റ് വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ലെന്ത് എന്ന് പറയുന്നത് എ ബൈ ടു വരും. ഈ ലെന്ത് എന്ന് പറയുന്നത് എ ബൈ ടു വരും. അപ്പം ഇത് എ ബൈ ടു ആണെങ്കിൽ ഇതും എ ബൈ ടു ആയിരിക്കും. കറക്റ്റ്. ഇത് രണ്ടും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്ങനെ ഇരിക്കണേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് ലൈക്ക് ദിസ്. ഈസ് ആൻ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പം ഇത് എ ബൈ ടു ഇത് എ ബൈ ടു ഇതും എ ബൈ ടു ആണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാം. ഹൗ? നമുക്കറിയാം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ബേസ് സ്ക്വയർ ബേസ് എത്രയാണ്? എ ബൈ ടു. സോ ദ എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എത്രയാണ്? എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. സോ ഇതെന്ത് വരും? എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. കറക്റ്റ്. സോ രണ്ടിന്റെ ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. നമുക്ക് എന്ത് എഴുതാം? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 that is equal to 2a square divided by 4 that is equal to a square divided by 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. എ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ റൂട്ട് 2. അപ്പൊ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എ ബൈ റൂട്ട് 2 ആണെന്ന് കിട്ടി. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എ ബൈ റൂട്ട് 2. എന്താണ് ഹൈപ്പോട്ടനസ്? മറ്റേ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെന്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് 2 ഇൻറ്റു എ ബൈ റൂട്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. രണ്ട് സ്ക്വയറിന്റെയും ഏരിയ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് എ ഡോട്ട് ഇൻ ദ റെഡ് കളേർഡ് പാർട്ട്, probability of making a dot in red colored part എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറയുന്നത്? ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ. വൈ? സ്മോളർ സ്ക്വയർ ആണ് റെഡ് കളറിൽ ഇരിക്കുന്നത്. ഏരിയ ഓഫ് ദി സ്മോളർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി ബിഗർ സ്ക്വയർ. ഏരിയ ഓഫ് ദി ബിഗർ സ്ക്വയർ. എന്താണ് സ്മോളർ സ്ക്വയറിന്റെ ഏരിയ? സ്മോളർ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ബിഗർ സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. എ സ്ക്വയർ ക്യാൻസൽ, യു വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി ആസ് 1/2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ക്ലിയർ? ഫൈൻ. സോ എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇപ്പൊ നമുക്കൊരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. Assume that we are having a circle. ഈ സർക്കിളിന്റെ സർക്കിളിന്റെ ഉള്ളിൽ എക്സാക്ട് ആയിട്ട് ഫിറ്റ് ചെയ്ത് നമുക്കൊരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഡോട്ട് ഇടുവാണെങ്കിൽ what is the probability of
making the dot inside the square. സ്ക്വയറിനുള്ളിൽ ഈ ഡോട്ട് ഇടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ ഏരിയയുടെ എത്ര പാർട്ടാണ് സ്ക്വയറിന്റെ ഏരിയ നോക്കിയാൽ മതി. ദിസ് ഇസ് നത്തിങ് ബട്ട് ഏരിയ ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ. ഏരിയ ഓഫ് ദി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ. സോ നമുക്ക് ഇതിനകത്ത് മെഷർമെന്റുകൾ ഒന്നും അറിയത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും അറിയില്ലാത്തത് കൊണ്ട് ഈ ഒരു പറയപ്പെടുന്ന സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെന്തിനെ എ ആയിട്ട് അസ്യൂം ചെയ്താൽ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ത് വരും? ലെന്ത് ഇൻറ്റു ബ്രെഡ്, ദറ്റ് ഈസ് 2 സൈഡ് ആയതുകൊണ്ട് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് എ ഇൻറ്റു എ, ദറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റേഡിയസ് വേണം. കാരണം ഏരിയ ഓഫ് ദ സർക്കിൾ വിൽ ബി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. കറക്റ്റ്. അപ്പൊ നമുക്കതിന് എന്ത് വേണം? നമുക്കതിന് റേഡിയസ് വേണം. നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതെന്തായിരിക്കും? ദിസ് ഇസ് നത്തിങ് ബട്ട് ഡയമീറ്റർ. ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയും. ഇത് എ ആണെങ്കിൽ ഇതും എ ആണെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാം. കറക്റ്റ്. കാരണം അതൊരു റൈറ്റ് ട്രയാംഗിൾ ആയിട്ട് അസ്യൂം ചെയ്താൽ റൈറ്റ് ട്രയാംഗിൾ ആണ്. അപ്പൊ എന്ത് വരും? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ. ദറ്റ് ഈസ് ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് 2a സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2a. ഹൈപ്പോട്ടനസ് എന്ത് കിട്ടി? റൂട്ട് 2a ആണെന്ന് കിട്ടി. ഹൈപ്പോട്ടനസ് എന്താണ്? ഹൈപ്പോട്ടനസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഡയമീറ്റർ ആണ് റൂട്ട് 2a. നമുക്കറിയാം റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ പകുതിയാണ്. ഡയമീറ്റർ റൂട്ട് 2a ആണെങ്കിൽ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് a ബൈ റൂട്ട് 2. റേഡിയസ് എന്ത് കിട്ടി? a ബൈ റൂട്ട് 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്ത് വരും? സർക്കിളിന്റെ ഏരിയ വിൽ ബി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു എ ബൈ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. പൈ ഇൻറ്റു എ ബൈ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ദറ്റ് ഈസ് ഈക്വൽ ടു 2. എ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. ഇതെന്താണ്? എ ഡിവൈഡഡ് ബൈ ബി ബൈ സി. സോ സി വിൽ ഗോ അപ്പ്, സോ യു വിൽ ഗെറ്റ് 2 ബൈ പൈ. എങ്ങനെയാണ് വരുന്നത്? എ ഡിവൈഡഡ് ബൈ ബി ബൈ സി, ദിസ് ഇസ് നത്തിങ് ബട്ട് എ ഇൻറ്റു സി ബൈ ബി. സോ എന്ത് കിട്ടും? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2 ബൈ പൈ എന്ന് കിട്ടും. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ 2 ഡിവൈഡ് ബൈ 3.14 എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാക്ട് വാല്യൂ കിട്ടും. ഫൈൻ. ഇങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാമെന്ന് നോക്കാവുന്നത്. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? ഓക്കെ, എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യന്റെ ആൻസർ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. ചാനലിൽ തന്നെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും വീഡിയോസ് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ചാനൽ വീഡിയോയുടെ അവസാനം കൊടുക്കാം. നിങ്ങൾക്ക് അതുകൂടി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.